ഹലോ, ഞാനാടാ മോനെ കാർത്തിക്. മുട്ടയല്ല, എന്നെ കാണിച്ചു തരാം. ഒറ്റ മിനിറ്റേ. ഞാനാടാ മോനെ കാർത്തിക്. ഞാൻ ബാംഗ്ലൂരിലൊരു വലിയ അല്ലെങ്കിലും ഒരു കൊച്ചു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു 26 വയസ്സായ ഒരു കൊച്ചു ചെറുക്കൻ. വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാടാ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് നോക്കണം. അതിനാണ് ഞാൻ രാവിലെ മുട്ട പുഴുങ്ങാനിട്ടത്. അപ്പോൾ രാവിലെ 7 എണ്ണത്തിലൊരു 4 മുട്ട ഇപ്പോൾ കഴിക്കും, 3 മുട്ട ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ ഞാനിങ്ങനെ റെഡിയായി ഓഫീസിലോട്ട് പോകാൻ ഇറങ്ങുവാടാ മോനെ. ഇന്ന് ഞാൻ ശകലം ലേറ്റ് ആയടാ. മാത്തമാറ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ഓഫീസ് സ്റ്റാർട്ട് ടൈം 9:30 ആണ്. എനിക്ക് വീട്ടിൽ നിന്ന് ഓഫീസ് വരെ പോകാനായിട്ട് 45 മിനിറ്റ്സ് എടുക്കും. അപ്പം ആ ടൈമിംഗ് വെച്ച് എനിക്ക് വീട്ടിൽ നിന്ന് 8:45 ഇറങ്ങിയെങ്കിൽ മാത്രമേ എനിക്ക് കറക്റ്റ് 9:30 ആകുമ്പോൾ ഓഫീസിലെത്താൻ പറ്റത്തുള്ളൂ. യൂഷ്വലി ഞാൻ 9 മണിക്കാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഞാൻ ഓഫീസിലെത്തുമ്പോൾ 9:45 ആകും. 15 മിനിറ്റ്സ് മാത്രമാണ് ലേറ്റ്. പക്ഷേ ഇന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ 9:15 ആയി. അപ്പോൾ ഞാൻ ഓഫീസിലെത്തുമ്പം 10 o'clock ആകും ഇവിടെ. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് ലേറ്റ് ആവും. സാരമില്ല മോനെ, അരമണിക്കൂർ ലേറ്റൊക്കെ അക്സെപ്റ്റബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പണ്ടൊക്കെ ഞാൻ ഓഫീസിൽ പോയിക്കൊണ്ടിരുന്നത് റാപ്പിഡോയിലും പിന്നെ ചിലപ്പോഴൊക്കെ ബസ്സിലും ഒക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ലിഫ്റ്റ് അടിക്കാൻ തുടങ്ങിയത് കൊണ്ട് ഇവിടുന്ന് മെട്രോ വരെ 50 രൂപ, മെട്രോയിൽ നിന്ന് തിരിച്ച് വീട് വരെ 50 രൂപ, അങ്ങനെ ഞാൻ ഡെയിലി 100 രൂപ ലാഭിക്കുന്നുണ്ട്. ഡെയിലി 100 രൂപ എന്ന് വെച്ചാൽ മാസം മോനെ 2000 രൂപയാണ് ഞാൻ ലിഫ്റ്റ് അടിച്ച് ലാഭിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മെട്രോ സ്റ്റേഷനിലെത്തി. ഇതാണ് ടിക്കറ്റ്. എനിക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഓഫീസ് വരെ 60 രൂപ, അവിടെ നിന്ന് തിരിച്ച് വീട് വരെയും 60 രൂപ. അങ്ങനെ ഞാൻ മെട്രോയിൽ പോവുകയാണേ. മെട്രോ സ്റ്റേഷൻ എത്തിയപ്പോൾ കുറച്ച് ലേറ്റ് ആയിടാ. യൂഷ്വലി ഞാൻ പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ എനിക്ക് മിസ്സായി. അപ്പോൾ ഇനി എനിക്ക് 5-10 മിനിറ്റ്സ് പിന്നെയും വെയിറ്റ് ചെയ്തെങ്കിലേ നെക്സ്റ്റ് മെട്രോ കിട്ടത്തുള്ളൂ. ബാംഗ്ലൂരിലുള്ളവർക്ക് മെട്രോ പോലൊരു കിടിലൻ ട്രാവൽ ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ ഓഫീസിൽ നിന്ന് വീട് വരെ വെറും 13 കിലോമീറ്ററേ ഉള്ളൂ. ഇതെങ്ങനെ ഞാൻ ബൈക്കിലാണ് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ എനിക്ക് 1.5 മണിക്കൂർ എടുക്കും ബൈക്കിൽ നിന്ന് 13 കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട്. പക്ഷേ മെട്രോ എന്നെ വെറും 35 മിനിറ്റ് കൊണ്ടുവിടും. പിന്നെ ചൂടടിക്കേണ്ട, വെയിലടിക്കേണ്ട, ട്രാഫിക് ഇല്ല, തലവേദനയില്ല. ഓഫീസിലെത്തി മോനെ, വെറും 30 മിനിറ്റ്സേ ലേറ്റ് ആയുള്ളൂ. എന്നാൽ പിന്നെ പണിയെടുക്കട്ടെടാ. ഓഫീസിലെത്തിയ ആദ്യം തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ലാപ്ടോപ്പ് തുറന്നു വെച്ചിട്ട് അപ്പം തന്നെ ഞാൻ കാപ്പി കുടിക്കാൻ പോകും. ഇന്നലെയാടാ ഇവിടുത്തെ പുതിയ കാപ്പി മെഷീൻ വന്നത്. കൊള്ളാം കേട്ടോ, വലിയ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞൊന്ന് ശ്വാസമൊക്കെ വിട്ട് പിന്നെയും കുറച്ച് നേരമൊക്കെ ഒന്ന് പണിയൊക്കെ എടുത്ത് പിന്നെ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ പോയി. പിന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തിയിട്ട് പിന്നെ വന്ന് കുറച്ച് നേരമൊക്കെ വന്ന് പിന്നെയും പണിയെടുക്കുന്ന പോലൊക്കെ ഒന്ന് ആക്ടിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ കുറച്ച് സീരിയസ് ആയിട്ട് പണിയൊക്കെ എടുക്കും. ഇടയ്ക്ക് ആക്ടിങ്ങും പിന്നെ കുറച്ച് സീരിയസും. അല്ലെ പിന്നെ നാളെ ആ പണി എനിക്ക് തന്നെ ചെയ്യേണ്ടി വരും മോനെ. ചായ കുടിക്കാൻ വെളിയിലോട്ട് ഇറങ്ങിയതാ മോനെ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. എന്നെങ്ങാനും ഇറങ്ങാൻ നേരത്ത് മഴ എങ്ങാനും പെയ്താൽ മോനെ പിന്നെ വെള്ളപ്പൊക്കമായിരിക്കും ബാംഗ്ലൂരിൽ. ചായ കുടിക്കാൻ പറ്റിയ കാലാവസ്ഥ. യൂഷ്വലി ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്ന കട ഇതാടാ മോനെ. പക്ഷെ ആ കട അടച്ചതുകൊണ്ട് നമുക്കിപ്പോൾ വേറെ കടയിലോട്ട് പോകാം. പക്ഷെ ആ ചേച്ചി ഉണ്ടാക്കുന്ന ചായ നല്ലതായിരുന്നു മോനെ. നല്ല ശർക്കര ഒക്കെ ഇട്ട് നല്ല പായസം പോലെ ഉണ്ടാക്കി തരുമായിരുന്നു. ആ ചേച്ചി ഇല്ല മോനെ, 2 ദിവസമായിട്ട് ആ ചേച്ചിനെ കാണാനില്ല. അവന്മാരടിച്ച് അമ്പലത്തിൻ്റെ അകത്തിട്ടാ ബോൾ. വേണ്ടേ മതിലാടി അവൻ ബോൾ എടുക്കാൻ പോകുന്നു. ആണോ എന്ത് ബദാം മിൽക്ക്? ബദാം മിൽക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ടീ ബ്രേക്ക് കഴിഞ്ഞു മോനെ. എന്നാൽ പിന്നെ പോയി ബാക്കി പണിയെടുക്കട്ടെ മോനെ. ഒരു 4 മണി മുതൽ 6:30 വരെ നമുക്ക് പണിയെടുക്കാനേ തോന്നത്തില്ലടാ. കാരണം അത് ഓഫീസ് അടച്ചിട്ട് പോകേണ്ട ഒരു ഫീലാകുമ്പോൾ എനിക്ക് എങ്ങനെയും വീടെത്തിയാൽ മതി എന്നുള്ളൊരു തോന്നല. അതിൻ്റെ ഇടയ്ക്കാണ് മോനെ മഴയും കൂടെ പെയ്തത്. പക്ഷെ പണി എടുക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ തോന്നിപ്പിക്കാനായിട്ട് നമ്മൾ വെറുതെ ലാപ്ടോപ്പ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ ഉലാത്തണം. ഫൈനലി ബാംഗ്ലൂർ ഈസ് ബാംഗ്ലൂരിങ് മോനെ. എത്ര നാളുകൾക്ക് ശേഷമാണ് ഇവിടുന്ന് മഴ പെയ്തത്. 5 മണി ആയുള്ളൂ മോനെ. പക്ഷെ കണ്ടാൽ ഒരു 7-7:30 ആയ ഫീൽ ഉണ്ടടാ. മഴയായതുകൊണ്ട് വയറിനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് ഞാനൊരു വടാപാവ് ഓർഡർ ചെയ്ത് വടാപാവും റോട്ടിൽ കൂടെ കഴിച്ചുകൊണ്ട് തിരിച്ച് ഓഫീസിൽ കയറുക മോനെ. ഇങ്ങനെ ഇടയ്ക്ക് ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ട് സീനൊന്നും ഇല്ലടാ. പക്ഷെ ചില IT കമ്പനിയിലും പക്ഷെ വേറെ മെട്രോ പക്ഷെ ചില ഇങ്ങനെ IT കമ്പനീസിലൊക്കെ ഇങ്ങനെ പഞ്ചിൻ സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ എപ്പോഴും ഒന്ന് ഇറങ്ങാനും എപ്പോഴും ഒന്നും തോന്നുമ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങാനും പിന്നെ വെറുതെ ഇറങ്ങാനൊന്നും പറ്റത്തില്ലല്ലോ. കാരണം പഞ്ചിനുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനത്തെ സീനൊന്നും ഇല്ലടാ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇറങ്ങാം, എപ്പോൾ വേണമെങ്കിലും കയറാം. പിന്നെ ടൈമിങ്ങിനും വലിയ സീനില്ല. അങ്ങനെ കറക്റ്റ് 6:25 ആയപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയടാ. പാട്ടൊക്കെ കേട്ട് മെട്രോയിലൊക്കെ കയറി. ഈ സമയമാകുമ്പോൾ സീറ്റൊന്നും കിട്ടത്തില്ലടാ. പക്ഷേ കറക്റ്റ് സമയത്തിന് വീടെത്താം.
അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നു മോനെ. മഴയാണല്ലോ ഇറങ്ങിയപ്പോഴത്തേക്കും എങ്ങനെയാ പോകുന്നൊരു പിടിയില്ലല്ലോ. ലിഫ്റ്റ് അടിക്കാം. കണ്ടോടാ മോനെ, ഇതൊക്കെയാണ് റിയാലിറ്റി. നമ്മൾ ഈ റീൽസിലും സിനിമയിലും കാണുന്ന പോലെ ഫുൾ ടൈം പബ്ബ് അടിച്ചുപൊളി മാത്രമൊന്നും അല്ലടാ ബാംഗ്ലൂർ. അതൊക്കെ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കല്ലടാ. ഈ ഓഫീസിൽ പണിയെടുക്കുന്നവർക്ക് ഇതൊക്കെയാണ് ലൈഫ്. 9 മണിയൊക്കെ ആകുമ്പോൾ ഓഫീസിൽ കയറുന്നു, പിന്നെ ഈ രാത്രി ആകുമ്പോഴാണ് തിരിച്ചിറങ്ങുന്നത്. പിന്നെ സാറ്റർഡേ സൺഡേ തുണി അലക്കലും വീട് വൃത്തിയാക്കലും അതങ്ങനെ പോകും മോനെ. കൊള്ളായിരുന്നാടാ ഡേ ഇൻ മൈ ലൈഫ്. ഒരു വെറൈറ്റി പിടിച്ചാൽ മോനെ. അപ്പോൾ പിന്നെ പോകാൻ റെഡി ആവട്ടെ മോനെ. എനിക്കിനിയിപ്പം ഓഫീസിൽ പോകുന്ന സമയമായി. അപ്പോൾ ശരിയാടാ, നാളെ കാണാം. ടാറ്റാ.